കാണുന്ന പൈപ്പിൽ 10 മണിയായിരുന്നു നട്ടിരുന്നത്. നല്ല മണ്ണല്ലാത്ത കാരണം ആ പൈപ്പിൽ 10 മണി നന്നായിട്ട് വളർന്നില്ല. അപ്പോൾ എന്തായാലും അതിൽ 10 മണിയെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം ഈ പൈപ്പ് നല്ലൊരു കുഴി ഉണ്ടാക്കിയിട്ട് കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പൈപ്പിൻ്റെ ഉള്ളിൽ പോട്ടിംഗ് മിക്സ് തന്നെ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എൻ്റെ കയ്യിലുള്ള കുറച്ച് മാവിൻ്റെ ഇല, ഏത് ഇലയാണെങ്കിലും കുഴപ്പമില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അത് നല്ല രീതിക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അടിയിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. ഓരോന്ന് ഇട്ടതിന് ശേഷം ആ ലെയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ്, വളരെ കുറച്ച് മണ്ണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തൊണ്ടാണ്. മുട്ടത്തൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഗെയിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ സംഭവം തന്നെ, ഇലകളും അതുപോലെ തന്നെ ഇതാവും. ലാസ്റ്റ് നമ്മൾ കുറച്ച് മണ്ണിരേനെ പിടിച്ചിട്ട് ആ മണ്ണിരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണിരേനെ നമ്മൾ മണ്ണിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് ഇത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു 2 മാസം കഴിയുമ്പോഴത്തേനും ഈ പോട്ടി മിക്സ് എല്ലാം ഇതിൽ റെഡി ആയിട്ടിരിക്കും. അപ്പോഴത്തേനും നമ്മളെ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിൽ പുതിയ 10 മണി നട്ട് നനയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല വളർച്ചയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കത് കിട്ടും.